കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള വഴികളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻ്റാണ്. കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്ന് പല ആളുകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇതിന് കുറേ മരുന്നുകൾ കഴിക്കും, അല്ലെങ്കിൽ കുറേ എക്സസൈസ് ചെയ്യും. അതിനൊരു ചിട്ടയായിട്ടുള്ള രീതികൾ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കൂട്ടാനും, അതുപോലെ പ്രമേഹം, പ്രഷർ, BP പോലെയുള്ള രോഗാവസ്ഥകളെ കൂട്ടാനൊക്കെ വഴിവെക്കാറുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെങ്ങനെ ലളിതമായിട്ട് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പലപ്പോഴും മരുന്നിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ കൊളസ്ട്രോളിനെ നേരിടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് കൃത്യമായിട്ടുള്ളൊരു വ്യായാമം ശീലമാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ബ്രിസ്ക് വാക്കിംഗ്, പലപ്പോഴും ജപ്പാനീസൊക്കെ പറയുന്നൊരു ടെക്നിക്സ് ഉണ്ട്. അവരുടെയൊക്കെ ഈ എക്സസൈസിൽ അവർ ചെയ്യുന്ന ഒരു ഇൻ്റർവെലായിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് നല്ല സ്പീഡിൽ ബ്രിസ്ക് വാക്ക് ചെയ്യും. ഒരു 30 മിനിറ്റ് എക്സസൈസാണ് അവർ ഷെഡ്യൂൾ ചെയ്യുന്നത്. ആ എക്സസൈസിൽ നമ്മളൊരു 3 മിനിറ്റ് വീതം ശക്തമായി നല്ല കൈയൊക്കെ വീശി നല്ല സ്പീഡിൽ നടക്കുന്നു. പിന്നത്തെ ഒരു 3 മിനിറ്റ് നമ്മൾ വളരെ സ്ലോ ആയിട്ട്, വളരെ നമ്മൾ ആ ഹാർട്ടിൻ്റെയൊക്കെ മറ്റ് കൂടുതൽ മിടിപ്പില്ലാത്ത രീതിയിൽ വളരെ കാമായിട്ട് സ്ലോ ആയിട്ട് നമ്മൾ നടക്കുന്നു. ഇങ്ങനെ ഇടവിട്ടുള്ള ഈ ഒരു നടത്തം ഇത്തരം കൊളസ്ട്രോളിനെയൊക്കെ കുറക്കാനും, അതുപോലെ ജീവിതശൈലി രോഗങ്ങളെ കുറക്കാനും, അതുപോലെ നമ്മുടെ ഹോർമോൺസിനെയൊക്കെ നോർമലാക്കാനും, അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും എന്നുള്ളത് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം നടത്തം, ബ്രിസ്ക് വാക്കിങ്ങിൽ ഈ രീതി നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ കൊളസ്ട്രോളിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന എണ്ണയുടെ ഉപയോഗം, ഇന്ന് നമ്മുടെ ഭക്ഷണത്തിലും ശീലങ്ങളിലൊക്കെ എണ്ണയില്ലാത്തൊരു കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് കോക്കനട്ട് ഓയിലാണെങ്കിലും മറ്റു പൂരിത എണ്ണകളാണെങ്കിലും ഇന്ന് വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട്, പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിലൊക്കെ നമുക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന എണ്ണയാണ്. അതുപോലെ ഒലീവ് ഓയിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാവുന്ന എണ്ണയാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഏത് എണ്ണ ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ അളവ് കൂടാതെ കൂടുതൽ എണ്ണയിൽ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുറക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് മൂന്നാമതായിട്ട് നമ്മൾ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ അമിതമായിട്ടുള്ള പുകവലിയുടെയും അതുപോലെ ആൽക്കഹോളിൻ്റെയൊക്കെ ഉപയോഗം എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എത്ര മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ടോ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൊളസ്ട്രോൾ കൂടാനും, അതുപോലെ ഹൃദയാഘാതം പോലുള്ള രോഗങ്ങൾ വരാനും, കാർഡിയക് പ്രശ്നങ്ങൾ വരാനും, അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ വരാനൊക്കെ വളരെയധികം സാധ്യതയുണ്ട് നമ്മൾ തിരിച്ചറിയാം. ഇത് തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് തന്നെ നമ്മൾ അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം എപ്പോഴും എല്ലാവരും പറയുന്നതാണ്, നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ് നമ്മൾ ഇത്തരം കൊളസ്ട്രോളൊക്കെ കുറയാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷുഗറായിട്ട് അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ പരമാവധി കുറക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അളവ് ചുരുക്കുക എന്നുള്ളത് കൊളസ്ട്രോൾ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരാൻ സാധ്യതയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ ഭക്ഷണത്തിലൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഉപയോഗിച്ച എണ്ണ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളത്. അതും ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു കാരണമാകും. ക്യാൻസർ അടക്കമുള്ള മാരക പ്രശ്നങ്ങൾ വരാൻ ഇത് കാരണമാവും എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിച്ച എണ്ണകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അത് ഒഴിവാക്കുക. പുതിയ എണ്ണയിൽ മാത്രം നമ്മൾ വറുക്കുന്നതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതും അതിൻ്റെ അമൗണ്ട് ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അതുപോലെ എക്സസൈസ് പ്രോപ്പറായിട്ടൊരു എക്സസൈസ് നമ്മൾ ചെയ്യുക, റെഗുലറായിട്ടുള്ളൊരു എക്സസൈസ് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ മാനസിക സമ്മർദ്ദം കുറക്കുക എന്നുള്ളതാണ്. ഈ കൊളസ്ട്രോളൊക്കെ കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഹൃദയധമനികളിലൊക്കെ ബ്ലോക്ക് വരാനും, അതുപോലെ സ്ട്രോക്ക് പോലെയുള്ള അവസ്ഥകളിലേക്ക് പോകാനും, അതുപോലെ കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് ഡിസീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരൊരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ അളവ് നിയന്ത്രിക്കുക, അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം ഇതിനെ കൂട്ടുന്ന വലിയൊരു കാരണമാണ്. പലപ്പോഴും നമ്മുടെ മെൻ്റൽ ടെൻഷൻ ഇത്തരം അസുഖങ്ങളെ കൂട്ടാനും ഇത്തരം അസുഖങ്ങൾ മാറാതിരിക്കാനും ഒരു കാരണമാവാറ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. പിന്നീട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കൊഴുപ്പിൻ്റെ അളവ്. നമ്മുടെ വയറിലെ കൊഴുപ്പ് കൂടുമ്പോഴാണ് നമ്മുടെ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കൊഴുപ്പ് നമ്മുടെ അവയവങ്ങളിലൊക്കെ എക്സ്ട്രാ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാതിരിക്കുന്ന കൊഴുപ്പുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ അടിയുകയും
അത് നമ്മുടെ ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അപ്പോൾ വയറ് കൂടുതലുള്ള ആളുകൾ, കൊഴുപ്പുള്ള ആളുകൾ അത് കുറക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഭക്ഷണം തന്നെയാണ്. നമ്മുടെ എത്ര വർക്കൗട്ട് ചെയ്താലും ഭക്ഷണം നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഇതിനൊരു കാര്യമില്ലാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണ നിയന്ത്രണം ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മധുരം അടങ്ങിയത്, പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് എന്തൊക്കെ നമുക്കിതിൽ ആഡ് ഓൺ ചെയ്ത് കഴിക്കാം എന്നുള്ളതും പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിലേറ്റവും നമുക്ക് ഫൈബർ അടങ്ങിയ, നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ നാരടങ്ങിയ ഭക്ഷണത്തിൽ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി, അതുപോലെ മഞ്ഞൾ പോലെയുള്ള ഭക്ഷണമൊക്കെ കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ നിന്ന് കുറക്കാൻ വളരെയധികം നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പം അത്തരം ഭക്ഷണങ്ങൾ, അതുപോലെ ഫ്ലാക്സ് സീഡുകൾ, അതുപോലെ മത്തൻ കുരു പോലെയുള്ള സീഡുകളൊക്കെ പലപ്പോഴും നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്, ഫൈബേഴ്സാണ്. ഇത്തരം കൊളസ്ട്രോളിൻ്റെ അമിതമായിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ കുറക്കാൻ. അതുപോലെ ചീരയില, മുരിങ്ങയില, അതുപോലെ നാരങ്ങ, അതുപോലെ നെല്ലിക്ക പോലെയുള്ള ഭക്ഷണങ്ങൾ ഒക്കെ നമ്മുടെ ധാരാളം ഫൈബർ അടങ്ങിയത്. അതുപോലെ കൈപ്പങ്ങ, കുമ്പളം പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ, പച്ചക്കറികൾ, ഇലക്കറികൾ ഒക്കെ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോൺ വെജ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും രോഗികൾ ചോദിക്കാറുണ്ട്. നോൺ വെജ് കഴിക്കാം, എല്ലാത്തിനും നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മിതമായിട്ടുള്ള രീതിയിൽ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് കഴിക്കുക. അതിനനുസരിച്ച് ഫൈബേഴ്സൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കഴിക്കുക. അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പിന്നീട് നമ്മൾ ഈ അരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് റൈസിൻ്റെ അളവ് വളരെയധികം കുറക്കുക എന്നുള്ളത്. കാർബോഹൈഡ്രേറ്റിൻ്റെ അമിതമായ ഉപയോഗവും ഇത്തരം കൊളസ്ട്രോൾ കൂട്ടും എന്നുള്ളതാണ്. പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇറച്ചിയും മീനും മുട്ടയും പൊരിച്ചതൊക്കെ കഴിച്ചാൽ മാത്രമേ കൊളസ്ട്രോൾ കൂടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരിക്കലുമില്ല. ഇത്തരം കാർബോഹൈഡ്രേറ്റുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും, അതുപോലെ ഐസ്ക്രീം പോലെയുള്ള പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം, അതുപോലെ മധുരം അടങ്ങിയ കേക്കുകൾ, പേസ്ട്രികൾ, ഇതിൻ്റെയൊക്കെ ഉപയോഗമൊക്കെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. ഇതിന് ആഡ് ഓൺ ചെയ്യേണ്ട ഭക്ഷണങ്ങൾ ആഡ് ഓൺ ചെയ്ത് കഴിക്കുക. കുരുമുളക്, വെളുത്തുള്ളി, മഞ്ഞൾ, ഇതുപോലുള്ള പദാർത്ഥങ്ങൾ, ഫ്ലാക്സ് സീഡുകളൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നമ്മുടെ കൊളസ്ട്രോൾ കുറക്കാൻ നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നീട് ശരീരഭാരം നിയന്ത്രിക്കുക. നമ്മുടെ ഹൈറ്റ് ബൈ വെയിറ്റ് റേഷ്യോയിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഉയരത്തിനനുസരിച്ചാണോ നമ്മുടെ തൂക്കം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ വെച്ചിട്ട് എൻ്റെ ഡയറ്റിൽ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണക്രമങ്ങളും നമ്മുടെ ചിട്ടയും എല്ലാം അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളെ ചികിത്സിക്കുന്ന നിങ്ങളുടെ ഡോക്ടറായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് മരുന്നുകളുടെ ഉപയോഗം ഇല്ലാതെ നമ്മുടെ ഒരു ജീവിതശൈലി ക്രമീകരിച്ചാൽ തന്നെ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് മാനേജ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളം ഇന്ന് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ്. എല്ലാ ജീവിതശൈലി പ്രശ്നങ്ങളും, അമിതവണ്ണം, ഫാറ്റ് ലിവർ, അതുപോലെ പ്രമേഹം, അതുപോലെ BP, കാർഡിയാക് പ്രശ്നങ്ങൾ, എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഇന്ന് നമ്മുടെ പുതിയ ചെറിയ തലമുറക്കടക്കം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥകളിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ, അടുത്തൊരു ഘട്ടത്തിൽ നമ്മൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണ നിയന്ത്രണത്തോടൊപ്പം തന്നെ ഇത്തരം കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ ഒരു മരുന്നിനും അടിമപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഒരു സാഹചര്യത്തിൽ നമുക്കൊരു കൊളസ്ട്രോൾ വരികയാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം ചീത്ത കൊളസ്ട്രോൾ ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതലായി കഴിഞ്ഞാൽ അതൊരു കാർഡിയാക് പ്രശ്നങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ പ്രത്യേകിച്ച് സാധാരണ ഒരു ടോട്ടൽ കൊളസ്ട്രോൾ 200 mg/dL ആണ് അതിൻ്റെ ഒരു നോർമൽ വാല്യൂ വരുന്നത്. അതൊരു 250യുടെ അബവ് ഒക്കെ ആണെങ്കിൽ എന്തായാലും നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. മെഡിക്കേഷൻ വേണമോ അതോ എക്സസൈസ് മാത്രം മതിയോ എന്നുള്ളത് നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ചെയ്യണം. പിന്നീട് ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ ഏറ്റവും അപകടമായിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള ട്രൈഗ്ലിസറൈഡിൻ്റെ കാര്യം. ഈ ട്രൈഗ്ലിസറൈഡ് കൂടുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജ്യൂസുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. ഇന്ന് പല ആളുകളും ചോറിന് പകരം അല്ലെങ്കിൽ ഭക്ഷണത്തിന് പകരം നമ്മൾ സാധാരണ കഴിക്കുന്ന മീലിന് പകരമൊക്കെ ഷുഗർ ജ്യൂസുകളായിട്ട് കഴിക്കാറുണ്ട്. ഇത്തരം ഷുഗർ ജ്യൂസുകളിൽ ധാരാളം ഷുഗർ അടങ്ങിയിട്ടുണ്ടാവും. പിന്നീട് അതുപോലത്തെ അതിലുള്ള ഫ്രക്ടോസ് വളരെ ശക്തിയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം വലിക്കുന്നത് മൂലം, ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ളത് മൂലം തന്നെ അത് വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂട്ടാനും അതുപോലെ ഈ കൊളസ്ട്രോൾ കൂട്ടാനും സാഹചര്യം ഒരുക്കും. പല ആളുകൾക്കും അത് തിരിച്ചറിയാറില്ല. അവർ മറ്റ് ഭക്ഷണത്തിന് പകരം ജ്യൂസാക്കി കഴിച്ചാൽ തടി കുറയും, അല്ലെങ്കിൽ അമിതവണ്ണം കുറയും, അല്ലെങ്കിൽ ഫാറ്റ് ലിവർ കുറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അത് ദോഷകരമായിട്ട് ബാധിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങളെ കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഹോമിയോപ്പതി ചികിത്സയിൽ ഇത്തരം ഹൈപ്പർ ലിപ്പിഡീമിയ, കൊളസ്ട്രോൾ കൂടിയ രോഗാവസ്ഥയാണെങ്കിലും TGI, ട്രൈഗ്ലിസറൈഡ് കൂടിയ രോഗാവസ്ഥയാണെങ്കിലൊക്കെ
അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിവിധ മരുന്നുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ഒരു ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് മരുന്നുകൾക്ക് ഉപരി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മോഡിഫിക്കേഷൻ ആണ് എന്ന് തന്നെയാണ്. മരുന്നിന് ശരിക്കും ഒരു 10% മാത്രമേ അതിലൊരു കാര്യമുള്ളൂ. ബാക്കി 90%ഉം നമ്മൾ നമ്മുടെ ജീവിതശൈലിയെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നീട് omega-3 ഫാറ്റി ആസിഡുകൾ നമുക്ക് ധാരാളം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും HDL നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും നമുക്ക് സാധിക്കും. അതിൽ മത്തി, അയില, ചൂര പോലെയുള്ള മീനുകൾ, അതുപോലെ ചെറിയ ചെറിയ ബത്തൽ പോലെയുള്ള മത്സ്യങ്ങളൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുഡാണ്. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയാനും നല്ല കൊളസ്ട്രോൾ കൂടാനും നമുക്ക് നട്ട്സ് ഐറ്റംസൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ലൈഫ് സ്റ്റൈലിൽ നല്ലൊരു മോഡിഫിക്കേഷൻ നിങ്ങൾ വരുത്തി നോക്കൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനൊരു ആൻസർ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളൊരു 30 ഡേയ്സ് ചലഞ്ച് ഏറ്റെടുക്കും. ഇപ്പോൾ ഒരു കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒരു 30 ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒരു കൊളസ്ട്രോൾ ലെവൽ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഇത്തരം കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം. നന്ദി, നമസ്കാരം.